ചെമ്പനിപ്പു സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേവതി ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തുകയും രേവതിക്ക് നടന്ന കാര്യങ്ങളെക്കുറിച്ച് രേവതി സച്ചിയുടെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പണം പോയതിന്റെ വിഷമത്തിലാണ് നമ്മുടെ രേവതി. എന്നാൽ സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതി ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യം അറിഞ്ഞപ്പോ ഒരു നിമിഷം സച്ചിയുടെ ഹൃദയം നിന്നതുപോലെയൊക്കെയാണ് തോന്നിയത്. പണം പോയത് പോയി, പക്ഷെ നീ എന്തിനാണ് അവരുടെ പിന്നാലെ പോവാൻ വേണ്ടി പോയത്? അങ്ങനെ പോയത് കൊണ്ടല്ലേ രേവതി ഇപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അതുമാത്രമല്ല, വലുതായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നീ ഇല്ലാതെ രേവതി ഞാനുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി ഭയങ്കര സെന്റിയൊക്കെ അടിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി നേരെ വീട്ടിലെത്തുവാണ് കേട്ടോ. വീട്ടിലെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ സച്ചിയും രേവതിയും കൂടി ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ പോവുകയും അവിടെ ചെന്നിട്ട് കംപ്ലൈന്റ് എഴുതി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ രേവതിയുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഒരു കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ടല്ലോ. പണം കൊടുക്കാനാന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയ രേവതി എന്താണ് കയ്യിൽ കെട്ടുമായിട്ട് വന്നിരിക്കുന്നതെന്ന് ഭയങ്കര ടെൻഷനോട് കൂട്ടിയിട്ട് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സച്ചിയാണെങ്കിൽ എല്ലാവരും നിൽക്കുന്ന സമയത്ത് തന്നെ രേവതിക്ക് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് എല്ലാവരുടെ പറയുന്നുണ്ട്. കൈക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലിനൊന്നും ഒരു തകരാറില്ല, കൈയിന്റെ തൊലി പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു 2 ദിവസം റെസ്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കെട്ടൂരാം എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് മാത്രമല്ല, രേവതിക്ക് ഇങ്ങനെ സംഭവിച്ചത് കയ്യിൽ നിന്നും പണം തട്ടിപ്പറിച്ചു പോകുന്ന സമയത്ത് രേവതി അവരുടെ പിന്നാലെ പോയി പിടിക്കാൻ നോക്കി, അതുകൊണ്ടാണ്. അങ്ങനെ അവന്മാരാണെന്നുണ്ടെങ്കിൽ രേവതിയെ തള്ളിയിടുകയും ചെയ്തല്ലോ. അതിനെ കുറിച്ചൊക്കെ സച്ചി പറയുന്നുണ്ട്. ഇത് കേട്ട രവിയും ചോദിക്കുന്നുണ്ട് കേട്ടോ, രേവതി പണം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ആ സമയത്ത് രേവതിക്ക് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിലോ, മോൾ എന്തിനാ അങ്ങനെ ചെയ്യാൻ വേണ്ടി പോയെന്നൊക്കെ ചോദിക്കുവാണേ. അപ്പോഴും രേവതിക്ക് വിഷമം എന്താന്ന് വെച്ചാൽ, ദേവു ആണെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം ഉണ്ടല്ലോ, സേവിങ്സ് ആയിട്ട് വെച്ചിരിക്കുന്ന അതും, അത് പോരാത്തതിന് ദേവുവിന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്നും 1 ലക്ഷം രൂപ വേറെയും നമ്മുടെ രേവതിക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. രേവതിയുടെ പണം പോയതെന്ന് വെച്ചാൽ അവൾക്കൊരു കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു. ഇത് ദേവു കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതും അവളുടെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് മേടിച്ചതുമായിട്ടുള്ള പണം പോയതിന്റെ വിഷമത്തില് ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇത് കണ്ടിട്ട് ആർക്കും സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. എന്നാൽ അതിന്റെ ഇടയ്ക്ക് ചന്ദ്രമതിയാണെങ്കിൽ കൈക്ക് അത്ര വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഇവളെ ഈ കിടന്ന് മോങ്ങിക്കൊണ്ടിരിക്കുന്നത്? കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് പോയിട്ട് ഫുഡ് ഉണ്ടാക്കാനാണ് രേവതിയുടെ അടുത്ത് പറയുന്നത്. ഒരു മനസാക്ഷിയില്ലാതെ ചന്ദ്ര ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ, അച്ഛ ഇവര് സംസാരിക്കുന്നത് കേട്ടില്ലേ, ഒരു മനസാക്ഷിയില്ല, എന്റെ ഭാര്യയാണെങ്കിൽ കൈക്ക് മുറി പറ്റുകയും അത് പോരാത്തതിന് അവളുടെ പണം പോയ വിഷമത്തിലുള്ളത്. ആ സമയത്തും അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം പറയുവാണേ. ഇത് കേട്ട് വർഷയും പറയുന്നുണ്ട്, ആന്റി ഇത്രയും ക്രൂരയാവരുത്. ആന്റിക്ക് എപ്പം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും തിന്നുന്ന വിചാരം മാത്രമേ ഉള്ളൂ. ആന്റി ഈ സമയത്തും ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണെന്ന് ചോദിച്ചിട്ട് വർഷയും ചൂടാവുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീകാന്തും, ഒരു ദിവസത്തേക്ക് ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ അമ്മ പുറത്തുനിന്ന് മേടിക്കാം, അതിന്റെ പേരിൽ അമ്മ വെറുതെ രേവതി ചേച്ചിയെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി നോക്കണ്ടായെന്ന്. രേവതി നീ കരയേണ്ട രേവതി, പണമല്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. സച്ചി നീ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തോ എന്ന് രവി ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ കംപ്ലൈന്റ് കൊടുത്തു വെച്ചാൽ വരുന്ന സമയത്ത് എന്ന് സച്ചിയും. ഉടനെ സുധിയാണെങ്കിൽ ഇടയിൽ കയറി പറയുന്നുണ്ട്, കംപ്ലൈന്റ് കൊടുത്തത് അത് തിരികെ കിട്ടിയത് തന്നെയാണ്. ഇതിനു മുമ്പ് എന്റെ 30 ലക്ഷം രൂപ പോയി എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുത്തു, ഇതുവരെ ഒരു വിവരം കിട്ടിയിട്ടില്ല, എന്നിട്ടല്ലേ ഇപ്പൊ ഈ 5 ലക്ഷം രൂപ. രേവതിയുടെ വിഷമം കണ്ട രവിയാണെങ്കിൽ, മോളെ നിനക്ക് പണമല്ലേ ആവശ്യമുള്ളത്, ചന്ദ്രേ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് നിന്റെ സ്വർണം രേവതിക്ക് കൊടുക്ക്, അതുകൊണ്ട് പണം വെച്ചിട്ട് അവള് പണം അറേഞ്ച് ചെയ്യട്ടെ. അത് കേട്ട ഉടനെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ, എന്താ നിങ്ങൾ പറഞ്ഞത്, എന്റെ സ്വർണം കൊടുക്കാനോ? ഇവൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പണം കളഞ്ഞതിന് ഞാൻ എന്തിനാ എന്റെ സ്വർണം ഊരി കൊടുക്കുന്നത്? നിന്റെ അടുത്ത് സ്വർണം ഊരി കൊടുക്കാനല്ലല്ലോ പറഞ്ഞത്, നിന്റെ കയ്യിൽ വേറെ സ്വർണ്ണമില്ലേ ഇടാത്തത്, അതൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ. ഒന്നും എന്നെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പറ്റില്ല അച്ഛ, അതൊന്നും വേണ്ട അച്ഛ എന്ന് സച്ചി പറയുന്നുണ്ടെങ്കിലും സച്ചിയോട് ഇങ്ങനെ കൈ കട്ടിയിട്ട് മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് രവി പറയുന്നുണ്ട്. ഇത് നോക്ക് ചന്ദ്രേ, രേവതിക്ക് വേണ്ടിയിട്ട് ദേവുവിന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്നും പണം മേടിച്ചിട്ടുണ്ട്, ആ പണം തിരികെ കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് നിന്റെ കയ്യിലുള്ള സ്വർണം എടുത്ത് രേവതിക്ക് കൊടുക്ക്, അവള് തിരിച്ചെടുത്ത് തരും. എന്നെ കൊണ്ട് പറ്റില്ല എന്നല്ലേ ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചിട്ട് ചന്ദ്ര കിടന്ന് തുള്ളുവാണേ. ചന്ദ്രന്റെ അടുത്ത് നമ്മുടെ രവി പണം ചോദിക്കുന്നുണ്ടല്ലോ. അന്നച്ചാ എന്റെ 30 ലക്ഷം രൂപ കാണാതായ സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് സ്വർണം അമ്മയുടെ അടുത്ത് തരാൻ വേണ്ടിയിട്ട് അച്ഛൻ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. ഉടനെ തന്നെ സച്ചി പറയുന്നുണ്ട് കേട്ടോ, എടാ അതും ഇതും വേറെയാണ്, നിന്റെ പണം നഷ്ടപ്പെട്ടു പോയതല്ല, നീ കൊണ്ടുപോയിട്ട് മണ്ടത്തരം കാണിച്ചിട്ട് ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്തിട്ട് പോന്നതാണ്. അമ്മ അച്ഛൻ പറയുന്നത് കേട്ടില്ലേ, ഒന്ന് രേവതി ചേച്ചിയെ ആ സ്വർണം കൊടുത്തിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ. എടാ നീയൊന്നും മിണ്ടാതിരിക്കടാ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും രവിയേട്ടാ ഞാൻ എന്റെ സ്വർണം കൊടുക്കില്ല എന്നുള്ള വാശി തന്നെയാണ് കേട്ടോ ചന്ദ്ര. ഇത് നോക്ക് ചന്ദ്രേ, രേവതിയുടെ സ്വർണം നിന്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു, ആ സ്വർണം നിന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ആ സ്വർണം കൊടുക്കാൻ മാത്രമേ പറയുള്ളായിരുന്നു. എന്നാ അതിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നിനക്ക് തന്നെ അറിയാലോ ചന്ദ്ര എന്ന് പറയുമ്പോഴേക്കും ബാക്കി നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഇതാ അമ്മയും അതുപോലെ ഈ ഓടിപ്പോയനും കൂടി ചേർന്ന് സ്വർണം കൊണ്ടുപോയിട്ട് വിറ്റു, എന്നിട്ട് അത് ഗോൾഡ് കവറിംഗ് ആയിട്ട് മാറ്റി വെക്കുകയും ചെയ്തു. എടാ പൈസ ഞാൻ ഓൾറെഡി തന്നാണല്ലോ, പിന്നെയും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടെന്ന് ശ്രുതി പറയുന്നുണ്ടെങ്കിലും, എടാ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പണം തിരിച്ചു തന്നു കഴിഞ്ഞാലും മോഷണം അല്ലാതാവില്ല.
വീണ്ടും രവിയാണെങ്കിൽ ചന്ദ്രേ മര്യാദയ്ക്ക് നിന്റെ സ്വർണം കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റില്ല എന്നല്ലേ നിങ്ങളടുത്ത് പറഞ്ഞത്. ഇവളെ കൊണ്ട് ആവാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് ആ ഹേമയുമായിട്ട് വെല്ലുവിളിച്ച് ആവശ്യമില്ലാത്ത പണിക്ക് പോയതാണ്. വെറുതെ അവിടുന്ന് ഇവിടുന്നൊക്കെ കടം മേടിച്ച് പണം അറേഞ്ച് ചെയ്തിട്ട് ഇപ്പൊ എന്തായി, മൊത്തത്തിൽ പോയില്ലേ. ഇതുകൊണ്ടാ പറയുന്നത് നമുക്ക് ഒന്നിനും അത്യാഗ്രഹം പാടില്ല എന്ന്. അത്യാഗ്രഹം ആപത്താണെന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെയാണ്. ഇവളുടെ അത്യാഗ്രഹം കൊണ്ട് സംഭവിച്ചാണെന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ കുത്തി നോക്കുമ്പോ രേവതി ഒട്ടും വിട്ടുകൊടുക്കൊന്നുമില്ല കേട്ടോ. അമ്മയെന്ന് ഒച്ചത്തിലങ്ങ് വിളിക്കുവാണ് കേട്ടോ. എന്നിട്ട് രേവതി പറയുന്നുണ്ട്, എനിക്കങ്ങനെ അത്യാഗ്രഹമൊന്നുമില്ല. എന്നെ വിശ്വസിച്ചിട്ട് എനിക്ക് തന്ന ഓർഡർ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഞാൻ അങ്ങനെ അത്യാഗ്രഹം പിടിച്ചവളൊന്നുമല്ല. കാശിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ നിന്ന് കടം മേടിക്കുകയേ ചെയ്യുള്ളൂ. അല്ലാതെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പണം മോഷ്ടിക്കുകയോ അല്ലെങ്കിൽ അവരുടെ സ്വർണം കൊണ്ടുപോയി വിറ്റിട്ട് അത് ഗോൾഡ് കവറിംഗ് ആക്കി വെക്കുകയോ ഒന്നും ഞാൻ ചെയ്യാറില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്ക് രേവതി. ദേടാ നോക്കടാ ഓടിപ്പോയനെ, നിന്നെയും കൂടി ചേർത്തിട്ടാണ് രേവതി പറഞ്ഞത്. മനസ്സിലായോ നിനക്ക്? നീ എങ്ങനെ വേണമെങ്കിലും നിന്നോ, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ എന്റെ സ്വർണം തരില്ല എന്ന് പറഞ്ഞത് അത് തരില്ല എന്ന് തന്നെയാണ്. ഈ സമയത്തും ചന്ദ്ര ഇമ്മാതിരി വർത്താനാണോ നീ ഈ പറയുന്നതെന്ന് രവി ചോദിക്കുമ്പോ എനിക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. അവൾ എവിടെങ്കിലും പോയിട്ട് കൊണ്ടുപോയി പണം കൊടുത്തിട്ടുണ്ടാകും. എന്നിട്ട് ഇവിടെ വന്നിട്ട് പണം നഷ്ടപ്പെട്ടു എന്ന് പറയും. ഇതുപോലെ എന്റെ സ്വർണം ഒരു കൊടുത്തിട്ട് അതും നഷ്ടപ്പെട്ടു പോയി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവള് വരാനും മടിക്കത്തില്ല. എന്തൊക്കെ വർത്താനങ്ങളെ ഈ പറയുന്നതെന്നൊക്കെ രവി ചോദിക്കുമ്പോഴേക്കും നമ്മുടെ രേവതിയാണെങ്കിൽ അച്ഛാ വേണ്ട, അമ്മയുടെ സ്വർണം എന്തായാലും ഞങ്ങൾക്ക് വേണ്ട. ഇനിയിപ്പോ അമ്മ തന്നു കഴിഞ്ഞാലും ഞങ്ങൾ അതൊരിക്കലും സ്വീകരിക്കില്ല. നീ എന്താ രേവതി അങ്ങനെയൊക്കെ പറയുന്നതെന്ന് രവി ചോദിക്കുമ്പോ അച്ഛൻ ആദ്യം പറഞ്ഞപ്പോ തന്നെ വേണ്ടാന്ന് ഞാൻ പറയേണ്ടതായിരുന്നു. പക്ഷെ അച്ഛൻ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് കുറുകെ സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും മിണ്ടാതെ നിന്നത്. പണം നഷ്ടപ്പെട്ടത് എനിക്ക് വിഷമമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അത് ഞങ്ങളുടെ നഷ്ടമാണ്. അതിനു വേണ്ടിയിട്ട് അമ്മയുടെ സ്വർണം ഞങ്ങൾക്ക് ആവശ്യമില്ല. അതെ അച്ഛാ, രേവതി പറഞ്ഞത് ശരി തന്നെയാണ്. ഈ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം അമ്മ ഇത് എന്റെ വീടാണെന്ന് 1000 തവണ പറയാറുണ്ട്. ഇനി പോരാത്തതിന് അമ്മയുടെ സ്വർണം കൂടി മേടിച്ച് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് സമാധാനത്തോടു കൂടി ഭക്ഷണം കഴിക്കാൻ പോലും പറ്റില്ല. അമ്മയുടെ സ്വർണം അച്ഛാ ഞങ്ങൾക്ക് വേണ്ട. പിന്നെ എങ്ങനെയാടാ ഇപ്പൊ നിങ്ങൾ ആ പണം അടയ്ക്കാൻ വേണ്ടി പോകുന്നത്? അച്ഛാ, ഞങ്ങൾ എത്രയോ കഷ്ടങ്ങൾ താണ്ടിയിട്ടല്ലേ ഇവിടെ എത്തിയത്. രേവതി ഓരോരോ ഓർഡർ എടുത്ത് ചെയ്യുന്ന സമയത്തും ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഞങ്ങൾ എങ്ങനെയെങ്കിലും അടച്ചു തീർത്തോളാം. അതെ അച്ഛാ, ഈ പണം എങ്ങനെയും ഞങ്ങൾ അടച്ചു തീർക്കും. എന്തായാലും അമ്മയുടെ സ്വർണം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് രേവതി മാസ് ഡയലോഗ് പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ടേ. അവരങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രവി ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. കൂട്ടുകുടുംബത്തില് ഒരു കഷ്ടം വരുന്ന സമയത്ത് അവർക്ക് വേണ്ടി സഹായത്തിന് സ്വന്തം സ്വർണ്ണം ഒന്ന് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തോന്നൽ പോലും ചന്ദ്രൻ നിനക്ക് വന്നില്ല അല്ലേ? നിന്റെ സ്വർണ്ണമൊക്കെ നീ നിന്റെ കൈ തന്നെ വെച്ചോ, എപ്പോഴും നന്നായിട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് രവി ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവുകയാണേ. അപ്പോഴും യാതൊരു കുലുക്കൂരാത്ത രീതിയിൽ അവിടെ മരം പോലെ അങ്ങനെ നിൽക്കുവാണ് കേട്ടോ ചന്ദ്ര. ഇതിക്ക് ഈ പരിക്ക് പറ്റിയ കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞ് ദേവും അതുപോലെ തന്നെ ശരത്തും ലക്ഷ്മിയും കൂടി ചേർന്നിട്ട് ചന്ദ്രയുടെ വീട്ടിലേക്ക് വരുവാണ് കേട്ടോ. വന്ന ഉടനെ തന്നെ രവിയാണെങ്കിൽ 3 പേരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ലക്ഷ്മി ചന്ദ്രയെ കാണുന്ന സമയത്ത് സുഖാണോ ചേച്ചി എന്ന് ചോദിക്കുവാണേ. പക്ഷെ അതിനൊരു മറുപടിയും പറയാതെ മുഖം തിരിച്ചങ്ങനെ നിൽക്കുവാണ് കേട്ടോ ചന്ദ്ര. ഇത് കണ്ട രവിയാണെങ്കിൽ ചന്ദ്രയെ അവര് വന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ടേ. കണ്ടു, എന്റെ കൺമുമ്പ് തന്നെയല്ലേ നിൽക്കുന്നത്, കാണാതിരിക്കാൻ എന്റെ കണ്ണ് മഞ്ഞളിച്ചിട്ടൊന്നുമില്ല എന്ന് പറയുവാണ്. ചന്ദ്രയുടെ സ്വഭാവം അറിയാലോ, അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല കേട്ടോ രവി. 3 പേരെടുത്തും ഉള്ളിലേക്ക് കയറി ഇരിക്കുമെന്ന് പറയാണ്. ഉടനെ തന്നെ രേവതിയും അങ്ങോട്ടേക്ക് വരുവാണേ. രേവതിയെ കണ്ട ഉടനെ ലക്ഷ്മി അരികിലേക്ക് ചെന്നിട്ട് എന്താടി മോളെ പറ്റിയത്? ചച്ചി വിളിച്ചിട്ട് നിന്റെ കൈക്ക് എന്തോ പറ്റി എന്നുള്ള കാര്യം പറഞ്ഞു. അതിന് മാത്രമൊന്നും ഒരു കുഴപ്പമില്ലാമേ, ചെറിയ അടിയാണെന്നൊക്കെ രേവതി പറഞ്ഞിട്ട് 3 പേരെയും ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ലക്ഷ്മിയാണെങ്കിൽ പാപികള് ആരാണാവോ മോളെ നിന്റെ കയ്യിൽ നിന്ന് പണം തട്ടിക്കൊണ്ടു പോയത്? ചേച്ചി അത് ആരാണെന്ന് ശരത്തും ചോദിക്കുന്നുണ്ട്. പക്ഷെ ആരാണെന്നുള്ള കാര്യം തനിക്ക് അറിയില്ല. എന്റെ പിന്നാലെ വന്നിട്ട് എന്റെ കയ്യിൽ നിന്നും പണം തട്ടിയെടുത്തിട്ട് പോയി കളഞ്ഞു. പക്ഷെ ചേച്ചി എന്തിനാണ് അവരുടെ പുറകെ ഓടാൻ വേണ്ടിയിട്ട് പോയത്? പണമല്ലേ ദേവു കൊണ്ടുപോയത്. പണം പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അത് നമുക്ക് തിരികെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിലോ? നിനക്ക് മാത്രം എന്താ രേവതി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ചോദിച്ച് ലക്ഷ്മി സങ്കടപ്പെടുന്ന സമയത്ത് അതിന് മാത്രം കുഴപ്പമൊന്നുമില്ല, അതൊക്കെ വേഗം തന്നെ ശരിയാകുമെന്ന് പറഞ്ഞിട്ട് രവി ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ ഇങ്ങനെ പോയി നമ്മുടെ ഭാഗ്യമാണ്. ഇതിൽ കൂടുതലൊക്കെ എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിൽ രേവതി ഞാൻ എന്ത് ചെയ്തേനെന്നൊക്കെ ലക്ഷ്മി സങ്കടത്തോടു കൂടി ചോദിക്കുമ്പോ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം? അതിന് മാത്രം അവൾക്കൊന്നും പറ്റിയില്ലല്ലോ. പിന്നെ എന്തിനാ ഈ നടുവീട്ടിൽ നിന്നിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നതൊക്കെ ചോദിച്ചിട്ട് വീണ്ടും കുത്തി നോവിക്കാനുണ്ട് ചന്ദ്ര. സ്വന്തം മകൾക്ക് വേദനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു അമ്മയ്ക്കും വിഷമം ഉണ്ടാവില്ല ചന്ദ്ര. ചുമ്മാ വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കാതെ നീ പോയിട്ട് അവർക്കൊരു ചായ ഉണ്ടാക്കി കൊടുക്കുന്നു പറയാണേ. ഉടനെ തന്നെ ലക്ഷ്മി പറയുന്നുണ്ട്, അയ്യോ ഞങ്ങൾക്ക് ചായ ഒന്നും വേണ്ട എന്ന്. അമ്മ അവിടെ ഇരിക്കും, ഞാൻ പോയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് വരാ എന്ന് പറഞ്ഞ് രേവതി പോകുമ്പോഴേക്കും ചേച്ചി പോകണ്ട ഞാൻ എടുത്തോണ്ട് വരാ എന്ന് പറഞ്ഞിട്ട് ദേവു അടുക്കളയിലേക്ക് പോകാൻ വേണ്ടി പോവാണേ. അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ നിക്ക് ഞാൻ പോയിട്ട് എടുത്തോണ്ട് വന്നോളാം. ഒരുത്തിയെ അടുക്കളയിൽ കയറിയതിന്റെ ഫലമാണ് ഇപ്പൊ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരുത്തിയും കൂടി നുഴഞ്ഞു കയറാൻ വേണ്ടി നോക്കുകയാണെന്നൊക്കെ പ്രാഗ്യ കൊണ്ട് പറഞ്ഞിട്ടാണ് ചന്ദ്ര അവിടെ അങ്ങ് പോകുന്നത്. അത് കഴിഞ്ഞ്
ലക്ഷ്മിയും ദേവും അതുപോലെ തന്നെ ശരത്തും ഇങ്ങനെ ഒരുമിച്ച് ഇരുന്നിട്ട് സംസാരിക്കുവാണേ. ശരിക്കും എന്താ സംഭവിച്ചെന്ന് ദേവു ചോദിക്കുന്നുണ്ട്. ഓട്ടോ ഇറങ്ങിയിട്ട് പൂക്കടയിലേക്ക് ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് രണ്ടുപേര് ബൈക്കിൽ വന്നിട്ട് എന്റെ കയ്യിൽ നിന്നും പണം തട്ടിയെടുത്തോണ്ട് പോയത്. മൊത്തം പണം പോയി. സോറി ദേവു. ഇത് കേട്ട ദേവു ആണെങ്കിൽ ചേച്ചി എന്തിനാ എന്റെ അടുത്ത് സോറി പറയുന്നതെന്ന് ചോദിക്കുവാണേ. ചേച്ചി അതൊക്കെ വിട്ടേക്ക്, പണമല്ലേ, ചേച്ചിക്കൊന്നും പറ്റിയില്ലല്ലോ, അത് തന്നെ വലിയ ആശ്വാസം. അതെ ചേച്ചി വിഷമിക്കൊന്നും വേണ്ട. ആ മോഷ്ടാക്കളെ എന്തായാലും സച്ചേട്ടൻ കണ്ടുപിടിക്കും. ഉറപ്പായിട്ടും അവര് പിടിക്കപ്പെടും. പണം പോയതിലല്ല വിഷമം ദേവു. എന്റെ പണം പോയതെന്ന് വെച്ചാൽ എനിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു. പക്ഷെ ദേവു, നീയാണെന്നുണ്ടെങ്കിൽ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് പോയത്. ചേച്ചി പണമല്ലേ പോയത്, അത് നമുക്ക് എങ്ങനെങ്കിലും ഉണ്ടാക്കാം. ചേച്ചി ടെൻഷൻ ആവല്ലേ. അതല്ല ദേവു, നീ നിന്റെ ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് കടം മേടിച്ചു തന്നില്ലേ, അവർക്കാണെങ്കിൽ പണം ഈ ഓർഡർ കിട്ടിയ ഉടനെ തന്നെ തിരിച്ചു കൊടുക്കാം എന്നുള്ള കാര്യം പറഞ്ഞതുമായിരുന്നു. അതും കൊടുക്കാൻ വേണ്ടി പറ്റാതായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതി സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ, രേവതി നിനക്ക് ഒന്നും സംഭവിക്കാതെ ദേവി കാത്തു, അത് തന്നെ ഞങ്ങൾക്ക് വലിയ കാര്യമാണ്. ചേച്ചി സങ്കടപ്പെടല്ലേ ചേച്ചി. കുറച്ചു നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും ജോലിക്ക് പോകും. ഈ പണം ഞാൻ ചേച്ചിക്ക് സമ്പാദിച്ചു തരും എന്നൊക്കെ ശരത്തും പറയുന്നുണ്ട് രേവതിയെ ആശ്വസിപ്പിക്കാൻ. തുടർന്ന് നമ്മുടെ രവിയും പറയുന്നുണ്ട് കേട്ടോ, നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ്, അതുകൊണ്ട് അത് എവിടെയും പോവില്ല, അത് നിന്റെ കൈകളിൽ തന്നെ എത്തും എന്ന്. തുടർന്ന് ദേവുവിന്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, നിന്റെ ഫ്രണ്ടിന്റെ അടുത്ത് കടം മേടിച്ചതല്ലേ, അതുകൊണ്ട് അവളുടെ അടുത്ത് കുറച്ചു നാള് അവധി ഒന്ന് ചോദിക്കണം. ഞാൻ എങ്ങനെയെങ്കിലും ആ പണം തിരികെ നിനക്ക് തരും, അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് കുറച്ച് സമയം മാത്രം ചോദിച്ചാൽ മതി എന്ന് പറയണേ. ചേച്ചി എന്തിനാ കഷ്ടപ്പെടുന്നത്, ആ പണത്തെ കുറിച്ചൊന്നും ചേച്ചി ചിന്തിക്കേ വേണ്ട, ആ പണം ഞാൻ കൊടുക്കും. നിന്നെ വിശ്വസിച്ചിട്ട് നിനക്ക് വേണ്ടിയിട്ട് പണം തന്നതല്ലേ. ഇപ്പോഴത്തെ കാലത്ത് സ്വന്തം വീട്ടുകാർ പോലും നമ്മളെ വിശ്വസിച്ചിട്ട് പണം തരില്ല. എന്തായാലും ഉറപ്പായിട്ടും എനിക്ക് ഓർഡർ വരും, അത് ഞാൻ എങ്ങനെയെങ്കിലും രാവും പകലും കഷ്ടപ്പെട്ടിട്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കി നിനക്ക് തരും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടാണ് ചന്ദ്ര വെള്ളമെടുത്തോണ്ട് വരുന്നത്. ഇവിടെ വീട്ടിലെ ജോലി തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾക്ക് വയ്യ, അപ്പോഴാ പുറത്തു പോയിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ചന്ദ്ര, എപ്പോഴും നിനക്ക് നിന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമല്ലേ ടെൻഷനുള്ളൂ, അതുകൊണ്ട് കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കുക എന്ന് പറയുവാണേ. തുടർന്ന് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ലക്ഷ്മി സങ്കടപ്പെട്ട് കണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ അതിന് മാത്രം ദേവതിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ലക്ഷ്മിയുടെ അടുത്ത് നമ്മുടെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. അവള് കള്ളം പണം അടിച്ചോണ്ട് പോകുന്ന സമയത്ത് അവരെ ഓടിച്ചിട്ട് പിടിക്കാൻ വേണ്ടി നോക്കി. അമ്മ കൂടുതൽ ധൈര്യം കൊടുത്തിട്ടാണല്ലോ അവളെ വളർത്തിയത്, അതിന്റെ ഫലമാണ് ഇപ്പൊ കണ്ടത്. രേവതിക്ക് എന്തായാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, 2 ദിവസത്തിനുള്ളിൽ തന്നെ കെട്ടെല്ലാം ഊരാന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അല്ല സച്ചേട്ടാ, പണം മോഷ്ടിച്ചത് ആരാണെന്നുള്ള കാര്യം വല്ലതും അറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ്. പിള്ളേരുടെ അടുത്തും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവൻ പിടിക്കപ്പെടും, ഉറപ്പാണ്. സച്ചി അതിന്റെ പുറകെ പോകുന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ രവി സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, ഇത് നോക്ക് സച്ചി, ആ കാര്യങ്ങളൊക്കെ പോലീസുകാർ നോക്കും, നിങ്ങൾ വെറുതെ ഓരോ പ്രശ്നങ്ങളിൽ പോയി ചാടണ്ട എന്ന്. ശരി അച്ഛാ എന്ന് പറയുവാണ്. തുടർന്ന് രേവതിയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ ആ മണ്ഡപ ഡെക്കറേഷൻ തന്ന ആ കൺവെൻഷൻ സെന്ററിന്റെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അത് രേവതിയുടെ പേഴ്സിനകത്ത് അതിന്റെ വിസിറ്റിംഗ് കാർഡ് ഉണ്ട്, അതെടുത്ത് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല ആ പൂക്കട ഏതാന്നുള്ള കാര്യം കൂടി രേവതിയുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. സച്ചി അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവരെടുത്ത് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇത് കേട്ട് ചന്ദ്രയാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതിയെന്നോ, ഇവിടെ അങ്ങനെ എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അയ്യോ ഇവിടുന്ന് വേണ്ട, ഞാൻ പുറത്തുനിന്ന് മേടിച്ചിട്ടാണെങ്കിലും അവർക്ക് ഭക്ഷണം കൊടുത്തോളാം. വീട്ടിൽ വരുന്ന ആൾക്കാരെടുത്ത് ഭക്ഷണം കഴിച്ചിട്ട് പോകണം എന്നുള്ള കാര്യം പറയാനുള്ള മര്യാദ ഒന്നും അമ്മയ്ക്ക് അറിയില്ലെന്ന് സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ. അച്ഛാ അങ്ങനെയല്ലേന്ന് ചോദിക്കുമ്പോ, നീ പറഞ്ഞത് ശരി തന്നെയാണെടാ, ശരത്തെ നീ കൂടെ വാടാ, ഞാൻ ഭക്ഷണം മേടിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് ശരത്തിനെയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഭക്ഷണം ഒന്നും വേണ്ട എന്നുള്ള കാര്യം ലക്ഷ്മി പറയുന്നൊന്നും കേൾക്കാതെ കേട്ടോ. അങ്ങനെ സച്ചി പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ അച്ഛമ്മയുടെ മാസ് എൻട്രി ആട്ടോ. അച്ഛമ്മയുടെ ഒപ്പം നമ്മുടെ സച്ചിയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവരും കൂടി വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. അമ്മയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള വരവ് കാണുമ്പോൾ തന്നെ ചന്ദ്രമതിക്ക് ഭയങ്കര ഒരു ഞെട്ടലാണേ. അല്ല അമ്മ എന്താ പതിവില്ലാതെ വന്നത്? ഒന്നാമത് രേവതിക്ക് കൈക്കും സുഖമില്ല. അമ്മ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചന്ദ്രമതിക്കാണല്ലോ എട്ടിന്റെ പണി. കാരണം അവിടുത്തെ പണികൾ മൊത്തം ചന്ദ്ര ഒറ്റയ്ക്ക് എടുക്കണം. വർഷയാണെങ്കിൽ ഗർഭിണി, വർഷയുടെ കാര്യം നോക്കണം, രേവതിക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, എല്ലാവർക്കും വേണമല്ലോ. അതൊക്കെയാണ് നമ്മുടെ ചന്ദ്രയുടെ മനസ്സിൽ കൂടെ പോകുന്നത്. എന്നാൽ രേവതിക്കാരെ അരികിലേക്ക് വന്നിട്ട് അച്ഛമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ, മോളെ എന്താ പറ്റിയത് എന്നുള്ള കാര്യം. അത് അച്ഛമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഭയങ്കര കരച്ചിലാണ് കേട്ടോ. 5 ലക്ഷം രൂപ ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് തന്റെ കയ്യിൽ നിന്നും ആ പണം കള്ളന്മാരെ അടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അച്ഛമ്മയുടെ അടുത്ത് കരയുന്നത്. മോൾ എന്തിനാ വിഷമിക്കുന്നത്? മോളുടെ പണം എവിടെയും പോയിട്ടില്ല. ദാ ഇതല്ലേ നീ കൊണ്ടുപോയിരുന്ന പണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓറഞ്ച് കളറിലുള്ള കവറ് നമ്മുടെ അച്ഛമ്മ രേവതിക്ക് നേരെ നീട്ടുവാണേ. ഇത് കണ്ടിട്ട് എല്ലാവരും ഷോക്കടിച്ച പോലെ നോക്കുന്നുണ്ട്. അല്ല ഈ കവർ എങ്ങനെ അച്ഛമ്മയുടെ കയ്യിൽ വന്നത്? രേവതിയെ തള്ളിയിട്ട് അവന്മാര് പോകുന്ന സമയത്ത് കറക്റ്റ് എന്റെ മുമ്പിലാണ് വന്ന് ചാടിയത്. അവന്മാർക്ക് 4 എണ്ണം കൊടുത്തപ്പോ സത്യം പറയുന്നത് പോലെ അവന്മാര് കാര്യങ്ങളെല്ലാം പറഞ്ഞു. രേവതി പൂക്കടയില് പണം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹേമ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരെ പറഞ്ഞു വിട്ട് നമ്മുടെ രേവതിയുടെ കയ്യിൽ നിന്നും പണം അടിച്ചോണ്ട് പോകാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചതായിരുന്നു.
പക്ഷേ രേവതിയാണെന്നുണ്ടെങ്കിൽ ഈ പണം ഇവിടുന്ന് കൊണ്ടുപോകുന്ന കാര്യത്തെക്കുറിച്ച് ആർക്കൊക്കെ അറിയായിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ അച്ഛമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് നമ്മുടെ സച്ചിയും ആലോചിച്ച് നോക്കുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും സച്ചിക്കും അല്ലാതെ വേറെ ആർക്കും അറിയില്ല രേവതി അത്രയും പണമായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എന്നുള്ള കാര്യം. എന്തായാലും സച്ചിയും അതുപോലെ തന്നെ രവിയും ഹേമയുടെ അടുത്ത് വിളിച്ചു പറയില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണല്ലോ. അതിന്റെ പിന്നിലെ ചന്ദ്രമതിയാണെന്നുള്ള കാര്യം അറിയുകയും ചന്ദ്രമതിയുടെ കാരണം അടിച്ചു പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ അച്ഛമ്മ. എന്റെ മകളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഈ പണി ചെയ്തതെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. രേവതി നിന്നെ വെല്ലുവിളിച്ചതല്ലേ അവൾ ഈ ഓർഡർ എടുത്ത് ചെയ്യൂ എന്നുള്ള കാര്യം. അപ്പോ അതിന് പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണല്ലേ ചന്ദ്ര നീ ചെയ്തത്. നിന്റെ മരുമകളല്ലേ ചന്ദ്ര രേവതി, എന്നിട്ട് നീ ഇമ്മാതിരി പണിയാണ് ഇവിടെ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛമ്മ ദേഷ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ രവിയും രേവതിയുടെ ശത്രു പുറത്തല്ല അകത്ത് തന്നെയാണെന്നുള്ള കാര്യം അച്ഛമ്മ പറയാണ്. അത് മാത്രമല്ല ഹേമയുമായിട്ട് ഇനിയുള്ള കൂട്ട് ചന്ദ്രയുടെ അടുത്ത് അവസാനിപ്പിക്കാനും കൂടി പറയുന്നുണ്ട് കേട്ടോ. രേവതി പണം കൊണ്ടുപോകുന്നത് ഹേമയുടെ അടുത്ത് വിളിച്ചു പറഞ്ഞ് ഹേമയെ കൊണ്ട് ചന്ദ്രമതിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചെന്നുള്ള കാര്യം കേട്ട് നമ്മുടെ ചന്ദ്രമതിക്ക് നല്ല പണി കൊടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ള ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. താങ്ക്